കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ വണ്ടിയായി മൂന്നൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ B. സുജാത അധ്യക്ഷയായി. ടൂർണമെന്റ് കമ്മിറ്റിയുടെ പതാക NK ശ്രീനിവാസനും സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പതാക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇളയടത്ത് അഷറഫും ഉയർത്തി. കായിക താരങ്ങളെ എല്ലാറ്റിലും ഉപരി ഈ ടൂർണമെൻ്റ് വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കായിക പ്രേമികളെ, സുഹൃത്തുക്കൾ, ഒരു നീണ്ട പ്രസംഗത്തിനുള്ള അവസരമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഏറ്റവും ആവേശമാണ്. ആവേശം കെട്ടടങ്ങാതെ കൂത്തുപറമ്പിൽ എപ്പോഴും ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഡിയം തന്നെ ഇന്ന് അതിനുദാഹരണമാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്റ്റേഡിയം അതിൻ്റെ ഫുട്ബോളിൻ്റെ മാറ്റ് ഉരക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ അതിൻ്റെ എല്ലാ ദിവസവും കാൽപന്ത് കളിയും ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കൂത്തുപറമ്പിൻ്റെ വലിയൊരു ആരവമായി മാറും. ആ ആരവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു. നിർത്തുന്നു. മുഖ്യാതിഥികൾ രണ്ട് ടീമിലെയും കളിക്കാരെ പരിചയപ്പെടുന്നു. മൈതാനത്തോ പച്ച നിറമുള്ള ജേഴ്സി അണിഞ്ഞ KFC കാളിക്കാവ് രണ്ട് ടീമിലെയും കളിക്കാരെ പരിചയപ്പെടുന്ന പ്രിയനായ KP മോഹനൻ അധ്യക്ഷ ഈ സുജാതയ്ക്ക് ചേർന്ന് ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ സുധീർ യൂസഫ് ഫ്രം ഗാന വാഹിദ് സാരി മോഹൻ ഭഗവാൻ അടക്കമുള്ള ടീമുകൾക്ക് ബൂട്ടുകൾ വാഹിദ് സാലി ജേഴ്സി നമ്പർ 2 വത്സൻ പനോളി, KV രജീഷ്, N ധനഞ്ജയൻ, സിദ്ദിഖ് പാറാൽ, CK സുരേഷ് ബാബു, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ CM സുധീർകുമാർ, വൈസ് ചെയർമാൻ C. പത്മൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ KRSC കോഴിക്കോട് മറുപടിയില്ലാത്ത ഒരു ഗോളിന് KFC കാളിക്കാവിനെ പരാജയപ്പെടുത്തി. Salve. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.